ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. സർക്കാർ വിശ്വാസികൾക്കൊപ്പം ആണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. സർക്കാർ തെറ്റുതിരുത്തിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. വിശ്വാസികളെ കബളിപ്പിക്കാനാണ് സർക്കാർ നീക്കം എന്നാണ് വി മുരളീധരന്റെ ആരോപണം. ശബരിമല യുവതീ പ്രവേശനത്തിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട 7 ചോദ്യങ്ങളിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകുന്നത്. എഴുതി നൽകുന്ന വാദത്തിനൊപ്പം പുതിയ നിലപാടും അറിയിക്കും. ശബരിമലയിൽ ആരെയും വിലക്കരുതെന്ന മുൻ നിലപാട് ഇത്തവണ ആവർത്തിക്കില്ല എന്നാണ് വിവരം. ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹിന്ദുമതത്തെക്കുറിച്ച് ആധികാരികമായി അറിവുള്ള പണ്ഡിതർ തീരുമാനമെടുക്കട്ടെ എന്ന വാദം ആവർത്തിക്കാനാണ് സാധ്യത. വിശ്വാസികളുടെ അവകാശം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സർക്കാർ മുന്നോട്ടു പോകൂവെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. എല്ലാ കാലത്തും വിശ്വാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടായിരിക്കും ഗവൺമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും. അല്ല, മറ്റേ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യവും പറയും. സർക്കാർ തെറ്റുതിരുത്തിയെന്ന മന്ത്രി ഗണേഷ് കുമാർ. CPM-ഉം LDF-ഉം തെറ്റുതിരുത്തിയിട്ടില്ലേ? തെറ്റുതിരുത്താത്ത പാർട്ടിയാണ്. തെറ്റുതിരുത്തലാണ്, തെറ്റാണ്. നമുക്ക് ചെയ്ത് നമ്മുടെ നിലപാട് ജനങ്ങൾക്ക് അനുകൂലമല്ല. ജനങ്ങളുടെ വിശ്വാസം അതല്ല. അവരോടൊപ്പം, ജനങ്ങളോടൊപ്പം, LDF ജനങ്ങളോടൊപ്പം. നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഞങ്ങൾ പിന്തിരിപ്പന്മാരാണ് പ്രതിപക്ഷം, ഞങ്ങൾ ഭയങ്കര പുരോഗമന ചിന്താഗതിക്കാരാണ്, ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പായപ്പോൾ ഇത്തോടിയ ഓട്ടം, ആ ഓടുന്ന ഓട്ടത്തിൽ പുല്ലുപോലും മുളയ്ക്കില്ല. പ്രതിഷ്ഠയുടെ പരിശുദ്ധി സംരക്ഷിക്കാനുള്ള ഭക്തരുടെ അവകാശം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൾ കേരള ബ്രാഹ്മണ അസോസിയേഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചു. കേസിൽ യാക്കോബായ സഭാ വിശ്വാസികളും ഭരണഘടനാ ചോദ്യങ്ങൾക്ക് മറുപടി സമർപ്പിച്ചിട്ടുണ്ട്. കേസിലെ വിധി മലങ്കര സഭാ തർക്കത്തിലും ബാധകമാകുമെന്നാണ് യാക്കോബായ സഭാ വിശ്വാസികൾ അറിയിച്ചത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.